പ്രപഞ്ചരഹസ്യം കണ്ടെത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട സിദ്ധാർത്ഥൻ എങ്ങനെ ശ്രീബുദ്ധനായി? ജ്ഞാനം പുറമേ നിന്നും കിട്ടുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്നും ധ്യാനാവസ്ഥയിലൂടെ നേടാം എന്നു കാണിച്ചു തന്ന ഭഗവാന്റെ ശില്പം നിർമ്മിക്കാൻ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമായി കരുതുന്നു. ഒരുപാട് ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും ഒരു ശില്പം പിറവിയെടുക്കുമ്പോൾ, ഒരു അമ്മ 10 മാസം ഉദരത്തിലേന്തി നൊന്ത് പ്രസവിക്കുമ്പോൾ, ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുമ്പോൾ അനുഭവിക്കുന്ന ആത്മനിർവൃതി തന്നെയാണ് ഒരു ശില്പി ശില്പം പൂർത്തിയാക്കുമ്പോൾ അതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അനുഭവിക്കുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ആ ശില്പം ശില്പിയുടേത്. പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അന്യമായി തീരുന്നു. വാകീറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചു പോരാൻ പറയിയോട് വരരുചി പറയുന്ന കഥ ഓർമ്മ വരുന്നു. ശില്പം പൂർത്തിയായി കഴിയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ തിരിഞ്ഞു നോക്കി ഉപേക്ഷിച്ചു പോരേണ്ടി വരുന്നു.